ഹലോ, അപ്പോൾ ഇന്നൊരു കസ്റ്റർഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 കവർ പാലാണ്, അതായത് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫസ്റ്റ് തന്നെ അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 1 കവർ പാലിൽ 8 സ്പൂൺ പഞ്ചസാര എന്നുള്ള രീതിയിൽ ഇടുവാണെങ്കിൽ ഒരു നോർമൽ മധുരമായിരിക്കും. നമുക്ക് ഒരുപാട് മത്താവാത്ത രീതിയിൽ നല്ലൊരു നോർമൽ മധുരമായിരിക്കും. അതെല്ലാവർക്കും ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അത് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ കസ്റ്റർഡ് പൗഡർ ഇടേണ്ടത്, അല്ലെങ്കിൽ നമുക്കതൊരു ടൈം കിട്ടൂല. ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. നല്ലതാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ ഡയറക്റ്റ്ലി നമ്മൾ പാലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അത് കാരണം നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് ആ ഒരു കസ്റ്റർഡ് പൗഡർ ഇട്ട് അതിന് ശേഷം കുറച്ച് പാല് തന്നെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളത് കുറച്ചായിട്ട് ആ കട്ടകൾ മാറ്റിയതിന് ശേഷം വേണം കുറച്ചായിട്ട് നമ്മൾ ആ പാലിലോട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ചായിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നമ്മൾ കൂടുതൽ കസ്റ്റർഡ് പൗഡർ ചേർത്താലും ഇത് ഭയങ്കര കട്ടിക്കായിട്ടിരിക്കും, പുഡിങ് പോലെ. ഇത് നമുക്കൊരു ഇച്ചിരി ലൂസായിട്ടാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല പോലൊരു നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും. ഏകദേശം ഇതുപോലെ ഇരിക്കും. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ, പോംഗ്രാനൈറ്റ്, ബനാന ആൻഡ് ഡേറ്റ്സ്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, നട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. നമ്മൾ നേരത്തെ ഒരു കുഞ്ഞു പാത്രത്തിലെല്ലാം ഉണ്ടാക്കി. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ളത് കാരണം ഒരു ഇച്ചിരിയും കൂടെ ഒരു വലിയ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റണം. എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഫ്രീസ് ആയി കഴിഞ്ഞിട്ട്, ഫ്രീസ് അല്ല, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതാണ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പോംഗ്രാനൈറ്റ്, ബനാന, ഡേറ്റ്സ് ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കൂടുതൽ ഫ്രൂട്ട്സ് ആവേണ്ട, ഈ ഒരു രീതിയിൽ മതി ഫ്രൂട്ട്സ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഫ്രൂട്ട്സും കൂടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണെങ്കിൽ നമുക്ക് തണുപ്പ് നല്ല പോലെ ഉണ്ടാവും, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ വെച്ച ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. അടിപൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്.